ഹലോ, നാളെ വിഷുവാണ്. ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം കണ്ടില്ലേ കിടക്കുന്നേ. അപ്പോൾ എന്നും ജോലിക്ക് പോകുന്നു, പിന്നെ മടി എല്ലാം കൊണ്ടും കൂടെ ഞാൻ കുറച്ച് ടീംസിനെ അങ്ങോട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മൾ എത്ര ചെയ്താലും ഇവർ ചെയ്യുന്ന അത്ര വൃത്തിയാവില്ല. അതേ രാവിലെ തന്നെ ആൾക്കാരെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി പറയുന്നത്, പക്ഷേ എനിക്ക് ഞായറാഴ്ച മാത്രമേ ഒഴിവുള്ളൂ. ഇവിടെ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ അവരെല്ലാ സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് ഞെട്ടി. അവർ ക്ലീനിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിലും ഇപ്പോൾ നമ്മൾ ചെയ്താൽ വൃത്തിയാവില്ല എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നമ്മൾ ചെയ്യണേക്കാളും കുറച്ചുകൂടെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് തരുന്ന കുറച്ച് ആൾക്കാർ. എന്തായാലും എല്ലാവരും നന്നായിട്ട് വർക്കൊക്കെ ചെയ്തു. ഞാൻ സോഫ ഷാമ്പൂയും കൂടെ ഇൻക്ലൂഡഡ് ആണെന്നാണ് വിചാരിച്ചത്. അതില്ലായിരുന്നു, എല്ലാം വാക്വം ആയിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലായിടങ്ങളിലും അവർ ക്ലീൻ ചെയ്തു നന്നായിട്ട്. വാക്വം ഉണ്ട്, പിന്നെ വാട്ടർ വെച്ചിട്ട് ആ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നു, ഫ്ലോർ മൊത്തം സ്ക്രബ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ബെഡൊക്കെ എനിക്ക് 3-4 ബെഡൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലായിടവും ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. അവർ ആ സ്ക്രബ് ചെയ്യുന്നത് ഞാൻ കാണിക്കാവേ. ഇത് കണ്ടില്ലേ, ഈ മെഷീനൊക്കെ വെച്ചിട്ട് അതിൽ സോപ്പ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുവാണ്. അവിടെ കിടക്കുന്ന കോലം കണ്ടോ, മൊത്തവും വേസ്റ്റൊക്കെ അവർ മാറ്റുന്നുണ്ട്. അവർക്കും വിഷു ആയതുകൊണ്ട് പോകാനുള്ള തിരക്ക് കാര്യങ്ങളുണ്ട്. അത് കാരണം വൈകുന്നേരം ഒരു 8:30-9 മണിയോടടുത്ത് പോകാനായിട്ട് അല്ല മാക്സിമം എല്ലാം ചെയ്ത് തന്നു കേട്ടോ. ഇതുപോലെ ആദ്യം സ്ക്രബൊക്കെ ചെയ്യും, പിന്നെ വേറൊരു സക്കിങ് മെഷീൻ വെച്ചിട്ട് ഈ വെള്ളവും അഴുക്കുമൊക്കെ വലിച്ചെടുക്കും. അങ്ങനെ അത്യാവശ്യം കറണ്ട് ബില്ല് കൂടുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ വലിയ ഇതൊന്നും പറഞ്ഞില്ല, കുഴപ്പമില്ലായിരിക്കും. എന്നാൽ എനിവേ നമുക്കിപ്പോൾ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യണം, ഒത്തിരി നാൾ കൂടിയിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് തരാൻ കുറച്ച് ആൾക്കാരുള്ളത് എപ്പോഴും നല്ലതല്ലേ. എന്തായാലും വീടൊക്കെ അടിപൊളിയായി.